ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി കിട്ടാവുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ കസ്റ്റമർ അന്വേഷിക്കുന്നത് ഈ ഒരു ഇൻഫോ പാർക്കിനോട് തൊട്ടടുത്തായുള്ള വീടുകളാണ്. അതും വില കുറഞ്ഞ വീടുകളാണ് എല്ലാവർക്കും വേണ്ടത്. ആ രീതിയിൽ വരുന്ന ഒരു ചെറിയൊരു വില്ല പ്രൊജക്ട് മോഡൽ ചെയ്തിട്ടുള്ള 3 വീടുകളാണ് ഇവിടെ വരുന്നത്. അതിൽ ഒരു വീട് മാത്രമേ ഇനി സെയിലിനായുള്ളൂ. ആ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് നിൽക്കുന്നത്. നല്ല പ്രകൃതി ഭംഗിയോടെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഫ്ലഡ് ബാധിക്കാത്തൊരു ഏരിയയിൽ തന്നെയാണ്. നല്ലൊരു ബോക്സി ടൈപ്പിൽ കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ നിർമ്മാണം. ഫ്രണ്ടിലായി ടെക്സ്ചർ വർക്കുകളും ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്ററും സമർ ഇന്ത്യൻ ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് ഏകദേശം 10 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഫ്രണ്ടിൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വണ്ടി ഈസിയായി നമുക്ക് പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനാണ് വീടിന് മുറ്റത്തായി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കടപ്പ കല്ലാണ് അവിടെ വിരിച്ചിരിക്കുന്നത്. അവിടെ ഗ്രാസ് സെറ്റ് ചെയ്യാനുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി വീടിൻ്റെ ബാക്ക് സൈഡിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെയായി ഒരു വർക്ക് ഏരിയയ്ക്കുള്ളൊരു സ്പേസും ലഭ്യമാണ്. നല്ല ഭംഗിയുള്ള ഒരു ബാക്ക് ഏരിയ നമുക്ക് കാണാം. നല്ല പച്ചപ്പോട് കൂടിയുള്ള ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരാം. ചെറിയൊരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഡോറ് വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് ഡയറക്ഷനോട് കൂടിയിട്ടുള്ളതാണ്. തേക്കിലാണ് ആ ഡോറ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റുള്ള മരങ്ങളെല്ലാം ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ചെല്ലുമ്പോൾ വിശാലമായ ഒരു ലിവിംഗ് ഹോളാണ് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി ഐവറി കളറിൽ വരുന്ന ഗ്ലോസി ഫിനിഷിങ്ങോടുകൂടി വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റും നമുക്ക് കാണാം. നല്ല മനോഹരമായ ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ഈ വീടിൻ്റെ എല്ലാ സ്പേസും കവർ ചെയ്തിരിക്കുന്നത്. ഇനി നേരെ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടേബിൾ ഡൗൺ സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ഇവിടെയും ലഭ്യമാണ്. ഈ ഡൈനിങ് ഹാളിൽ തന്നെയാണ് വാഷ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ടേബിൾ ടോപ്പോട് കൂടി വരുന്ന വാഷ് കൗണ്ടർ ഏരിയ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് ലഭിക്കുന്നുണ്ട്. കോർട്ട്യാർഡ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഒരു ചെറിയൊരു ഓപ്പൺ കൺസെപ്റ്റോട് കൂടിയാണ് കിച്ചൺ പാർട്ടീഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ഡൈനിങ് ഹാളിലേക്ക് ഫുഡ് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഓപ്പൺ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പ്രവേശിക്കാം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും ഈസിയായിട്ട് പോകാവുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇവിടെ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. അത്യാവശ്യം ഫ്രിഡ്ജ് വയ്ക്കാവുന്ന പ്രൊവിഷൻ ഈ ഒരു ഭാഗത്തായി കൊടുത്തിട്ടുണ്ട്. 2 ഭിത്തിയിലും വിൻഡോ വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലായി ഒരു ബെഡ്റൂമാണ് വരിക. ഏകദേശം 140 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. വിൻഡോ പാനലിംഗ് എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു കോർണറിലായി കബോർഡ് വർക്കും നമുക്ക് കാണാം. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് 3 ഫേസ് കണക്ഷൻ തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ഒരു ബെഡ്റൂമാണ്. സെറ ബ്രാൻഡാണ് ഇവിടെ ഫിറ്റിംഗ്സിനും സാനിറ്ററീസിനുമായി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായ വലിപ്പമുള്ള ഒരു ബാത്റൂം തന്നെ കാണാൻ കഴിയും. ഇനി നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇൻവെർട്ടർ വെക്കാവുന്ന ഒരു പ്രൊവിഷനെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന രീതിയിലുള്ള സ്റ്റെയർ കേസ് ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മുകളിലെ നിലയിലേക്ക് വരാം. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹോള് 1ാമത്തെ നിലയിൽ ലഭ്യമാണ്. L ഷേപ്പിൽ വരുന്നൊരു ഹോള് തന്നെയാണ്. ഇവിടെയായി ഒരു TV യൂണിറ്റ് അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന് 2 TV യൂണിറ്റ് നമുക്ക് ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഹോളിൽ
ഈ ഒരു ഹോള് കൂടാതെ ഈ നിലയിലായി 2 ബെഡ്റൂമും യൂട്ടിലിറ്റി ഏരിയയും ബാൽക്കണിയുമാണ് വരിക. ഇവിടെയായി ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ കണ്ട പോലെ തന്നെ സെയിം അതേ പാറ്റേണിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. ആ ബെഡ്റൂമിൽ വ്യത്യസ്തത വരുന്നത് പുറത്തേക്കൊരു ബാൽക്കണി വരുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല മനോഹരമായ സായാഹ്നങ്ങളിൽ ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി തന്നെയാണ്. നല്ലൊരു എയർ സർക്കുലേഷനും ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കും. ഇവിടെയും കബോർഡ് വർക്കുകളും അറ്റാച്ച്ഡ് ബാത്റൂമെല്ലാം നമുക്ക് ലഭ്യമാണ്. എല്ലാ രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയുള്ള വീടുകൾ ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ കാണാൻ മറക്കരുത്. ഇനി നമുക്ക് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. 3ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. ഇതും ഏകദേശം 135ഓളം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇവിടെയും കബോർഡ് വർക്കും 2 ഭിത്തിയിലും വലിപ്പമാർന്ന വിൻഡോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും കോവ് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. സെറ ബ്രാൻഡാണ് 3 ബാത്റൂമുകളായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോവേണ്ടത്. അതിനു മുന്നായി ഇനി നമുക്ക് വീടിൻ്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും 6 കിലോമീറ്റർ മാത്രം ദൂരത്തായി 3.300 സെന്റിൽ 1600 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 65 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.